ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേ സിറ്റി സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്, അവക്കാഡോ എഗ് സാൻഡ്വിച്ച്. ഇതിലേക്കുള്ള ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അവക്കാഡോ ഒരെണ്ണം, മുട്ട ഒരെണ്ണം, ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ, സോൾട്ട് ആവശ്യത്തിന്, ബ്ലാക്ക് പെപ്പർ ആവശ്യത്തിന്, ചീസ് ഒരെണ്ണം, ഇത് ഓപ്ഷണലാണ്, കുക്കിംഗ് സ്പ്രേ ആവശ്യത്തിന്, ബ്രെഡ് 2 സ്ലൈസ്. ഞാനിന്നിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ എടുത്തു വച്ചിരിക്കുന്ന അവക്കാഡോ പകുതിയായിട്ട് ഇതുപോലെ കട്ട് ചെയ്യണം. ഇതിനെ ഇതുപോലെ ഒരു നൈഫ് കൊണ്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത ശേഷം ഒരു സ്പൂൺ എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത അവക്കാഡോ ഒരു ബൗളിലോട്ട് കോരിയിടുക. ഇനി മറ്റേ അവക്കാഡോ പീസ് എടുത്ത് ഇതുപോലെ സീഡ് മാറ്റിയതിന് ശേഷം ചെറിയ ചെറിയ പീസുകളായിട്ട് ബൗളിലോട്ടിട്ട ശേഷം മാഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ അവക്കാഡോ നല്ലപോലെ മാഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന നാരങ്ങാനീരും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഒരു സ്കില്ലറ്റ് അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബ്രെഡിൽ നിന്നും ഒരു പീസ് ബ്രെഡ് ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുക്കാം. ബ്രെഡ് നിങ്ങളുടെ ആവശ്യാനുസരണം ഇതുപോലെ മൊരിച്ചെടുക്കണം. ഇപ്പോൾ ബ്രെഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിലോട്ട് കുറച്ച് കുക്കിംഗ് സ്പ്രേ ഇതുപോലെ സ്പ്രേ ചെയ്ത ശേഷം ഒരു മുട്ട പൊട്ടിച്ച് ഇതുപോലെ ഒഴിക്കുക. മുട്ട ഒന്ന് സെറ്റായി കഴിയുമ്പോൾ ഇതിലോട്ട് ആവശ്യത്തിന് കുരുമുളകും ഉപ്പും ആഡ് ചെയ്യുക. ഇനി നമുക്ക് മുട്ട തിരിച്ചിട്ട് വേവിക്കാം. ഇനി നമുക്ക് ഈ മുട്ടയുടെ മുകളിലോട്ട് ഒരു പീസ് ചീസും കൂടി വെച്ച് ഇതുപോലെ ചൂടാക്കുക. ചീസ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചീസ് ഇട്ടാൽ മതി. ഇനി ഈ മുട്ട നമ്മൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡിൽ ഇതുപോലെ വയ്ക്കണം. ഇനി നമുക്ക് ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റൊരു ബ്രെഡ് പീസ് എടുത്ത് നമ്മൾ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അവക്കാഡോ ഇതുപോലെ സ്പ്രെഡ് ചെയ്യുക. ഇനി നമുക്ക് ഈ 2 ബ്രെഡ് പീസും ഇതുപോലെ സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇതിനി ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. കുട്ടികൾക്കിത് വളരെ ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള അവക്കാഡോ എഗ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Thank you for watching. Bye bye.